നസ്രം കോഴിക്കോട് നാദാപുരം സ്വദേശിയായ CP റാഷിദ് എന്ന പ്രവചന സിംഹത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മറുനാടനായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും മുമ്പ് CP റാഷിദ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രവചനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അത് വാർത്തയാക്കുകയും റാഷിദിൻ്റെ അഭിമുഖം കൊടുക്കുകയും ചെയ്തത് ഞങ്ങളാണ്. റാഷിദ് ഒരിക്കലും അത് തെറ്റിച്ചില്ല. എന്നിപ്പോൾ സകല ചാനലുകളും റാഷിദിൻ്റെ ബൈറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നു. കാരണം ഒരിക്കൽ കൂടി റാഷിദ് ശരിയാക്കി. റാഷിദിന്റെ പ്രവചനം ഇങ്ങനെയായിരുന്നു: UDF 91 മുതൽ 102 വരെ, പെർസെൻറ്റേജ് 41.5 മുതൽ 45 വരെ, LDF 38, 48, NDA 1-3. നോക്കൂ, UDF 102 സീറ്റ് നേടി, 102 വരെ നേടുമെന്നാണ് പറഞ്ഞത്. LDFന് അല്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞു. എന്നാൽ NDAക്ക് 1 മുതൽ 3 വരെ എന്ന് പറഞ്ഞു, 3 കിട്ടി. ഇത് റാഷിദിന്റെ കാര്യം. മറുനാടിന്റെ കാര്യവും വിസ്മയകരമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, മറുനാടൻ സർവേയും എക്സിറ്റ് പോളും നടത്തിയിരുന്നു. സർവേക്ക് ശേഷം ഒരുപാട് സാഹചര്യങ്ങൾ മാറുമ്പോൾ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവും. 81 സീറ്റ് കുറഞ്ഞത് കിട്ടുമെന്നായിരുന്നു സർവേയിലെ കണ്ടെത്തൽ. മറ്റ് ചാനലുകൾ നടത്തിയതുപോലെ ഇപ്പം മുതൽ ഇപ്പം വരെ എന്ന തരത്തിലായിരുന്നില്ല ഞങ്ങളുടെ സർവേ. മറ്റ് ചാനലുകൾ നടത്തിയതുപോലെ മണ്ഡലങ്ങൾ പറയാതെ തടി തപ്പുകയുമായിരുന്നില്ല ഞങ്ങൾ ചെയ്തത്. കൃത്യമായി മണ്ഡലങ്ങൾ കണക്കാക്കിയായിരുന്നു. ഞങ്ങളുടെ എക്സിറ്റ് പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 80 സീറ്റ് കുറഞ്ഞത്, 99 സീറ്റ് കൂടുതൽ എന്ന് പറഞ്ഞു. വെറുതെ അങ്ങ് പറയുകയായിരുന്നില്ല. ഓരോന്നിനും കാരണമുണ്ടായിരുന്നു. ഉറപ്പായും കിട്ടുന്ന 80 സീറ്റുകൾ ഏതൊക്കെ, 99ലേക്ക് പോകാൻ സാധ്യതയുള്ള സീറ്റുകൾ ഏതൊക്കെ എന്ന് ഞങ്ങൾ കൃത്യമായി വിശദീകരിച്ചിരുന്നു. 1-2 സീറ്റുകളിൽ മാത്രമാണ് മാറ്റം വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ 3 സീറ്റുകൾ UDF നേടി. ഞങ്ങളുടെ എക്സിറ്റ് പോളിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എത്ര കൃത്യതയോടെയാണ് ഞങ്ങൾ എക്സിറ്റ് പോൾ നടത്തിയതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ജനങ്ങളുടെ പൾസ് അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നത്. ഞങ്ങളുടെ എക്സിറ്റ് പോളിൽ പറഞ്ഞതും യഥാർത്ഥത്തിൽ സംഭവിച്ചതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അത്ഭുതം തോന്നും. കാസർഗോഡ് ഞങ്ങൾ പറഞ്ഞത് മഞ്ചേശ്വരവും കാസർഗോഡും UDFനാണെന്നും കാഞ്ഞങ്ങാട് LDFനാണെന്നും ഉദുമയും തൃക്കരിപ്പൂരും ടൈറ്റ് ആണെന്നുമാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. മഞ്ചേശ്വരവും കാസർഗോഡും ഉദുമയും തൃക്കരിപ്പൂരും UDF നേടി, കാഞ്ഞങ്ങാട് LDF നേടി. എന്ന് വെച്ചാൽ ടൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മുന്നണിക്കും കിട്ടാമെന്നതാണ്. കൃത്യം മണ്ഡലം പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ പറഞ്ഞത് പയ്യന്നൂരും കല്യാശ്ശേരിയും ധർമ്മടവും തലശ്ശേരിയും മട്ടന്നൂരും LDFനും, പേരാവൂരും കണ്ണൂരും അഴീക്കോടും ഇരിക്കൂറും UDFനും, തളിപ്പറമ്പും കൂത്തുപറമ്പും ടൈറ്റും എന്നുമാണ്. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് 2 സീറ്റുകൾ പിശക് പറ്റി. പയ്യന്നൂർ LDF എന്നായിരുന്നു ഞങ്ങളുടെ എക്സിറ്റ് പോൾ, എന്നാൽ പയ്യന്നൂരിൽ UDF നേടി. അതുപോലെ അഴീക്കോട് UDF എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്, അവിടെ LDF നേടി. ഓരോ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അത് ബാലൻസ് ആയി. അതേസമയം ടൈറ്റ് എന്ന് പറഞ്ഞ് കൂത്തുപറമ്പ് LDF നേടി, തളിപ്പറമ്പ് UDF നേടി. ആ ഒരു 2 സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് ബാലൻസ് ആയി. ആ 2 സീറ്റ് ഒഴികെ കണ്ണൂരിൽ ഞങ്ങളുടെ പ്രവചനം ശരിയായി. വയനാട്ടിലെ 3 മണ്ഡലവും UDFന് ഞങ്ങൾ പറഞ്ഞു, 3ഉം UDFന് കിട്ടി. കോഴിക്കോട് ഞങ്ങൾ പറഞ്ഞ UDFന് 8ഉം LDFന് 3ഉം 2 ടൈറ്റും എന്നുമാണ്. ഞങ്ങൾക്ക് 2 തെറ്റുപറ്റി. ബാലുശ്ശേരിയിലും ഏലത്തൂരിലും ഞങ്ങൾ LDF ആണ് പറഞ്ഞത്, പക്ഷെ അത് 2ഉം UDFന് കിട്ടി. പേരാമ്പ്ര ഞങ്ങൾ ടൈറ്റ് ആണ് പറഞ്ഞത്, UDFന് കിട്ടി. ബേപ്പൂരിൽ LDF ഞങ്ങൾ പറഞ്ഞു, LDFന് തന്നെ കിട്ടി. ഇവിടെയും 2 മണ്ഡലങ്ങൾ, അതായത് ബാലുശ്ശേരിയും ഏലത്തൂരും ഞങ്ങൾക്ക് തെറ്റി. ബാക്കി കൃത്യമായി ബാക്കി മണ്ഡലങ്ങൾ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളും UDF എന്ന് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു മാറ്റവും വന്നില്ല. പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ UDFന് 4ഉം LDFന് 6ഉം 2 ടൈറ്റുമാണ് പറഞ്ഞത്, അത് അങ്ങനെ തന്നെ സംഭവിച്ചു. UDFന് തൃത്താലയും മണ്ണാർക്കാടും പാലക്കാടും ചിറ്റൂരും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കിട്ടി. LDFന് ആലത്തൂരും നെന്മാറയും തരൂരും മലമ്പുഴയും ഒറ്റപ്പാലവും ഷൊർണൂറും കിട്ടി. ഞങ്ങൾ ടൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ പട്ടാമ്പി LDFനും കോങ്ങാട് UDFനും കിട്ടി. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രവചനം അതേപടി കൃത്യമായി എന്നർത്ഥം. CPMന് മുൻതൂക്കമുള്ള, പ്രവചിക്കാൻ പ്രയാസമുള്ള പാലക്കാടാണ് കൃത്യമായി പ്രവചിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് UDFന് 4, LDFന് 6, ടൈറ്റ് 3 എന്നാണ്. ഞങ്ങൾക്ക് ആകപ്പാടെ തെറ്റിയത് മണലൂർ മാത്രമാണ്. മണലൂരിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് TN പ്രതാപൻ ജയിക്കുമെന്നായിരുന്നു, പക്ഷെ ജയിച്ചത് LDF ആണ്. ചേലക്കര ഞങ്ങൾ പറഞ്ഞതുപോലെ LDFന് കിട്ടി. കുന്നംകുളം LDFന് കിട്ടി. ഗുരുവായൂർ ടൈറ്റ് ആയിരുന്നു, LDFന് കിട്ടി. വടക്കാഞ്ചേരി ടൈറ്റ് ആയിരുന്നു, LDFന് കിട്ടി. ഒല്ലൂരിൽ ഞങ്ങൾ LDF പറഞ്ഞു, തൃശ്ശൂരിൽ UDF പറഞ്ഞു, അതൊക്കെ അങ്ങനെ തന്നെ ശരിയായി. നാട്ടികയിലും കയ്പമംഗലത്തും പുതുക്കാടും ഞങ്ങൾ LDF പറഞ്ഞു, 3 LDF തന്നെ കിട്ടി. ഇരിങ്ങാലക്കുടയിൽ ഞങ്ങൾ UDF പറഞ്ഞു, ചാലക്കുടിയിൽ ഞങ്ങൾ UDF പറഞ്ഞു, കൊടുങ്ങല്ലൂർ ഞങ്ങൾ ടൈറ്റ് പറഞ്ഞു, അത് UDFന് കിട്ടി. ഓർക്കുക, തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ആകപ്പാടെ തെറ്റിയത് മണലൂരിൽ UDFന് കിട്ടും എന്ന് പറഞ്ഞത് മാത്രമാണ്. എറണാകുളം ജില്ലയിലും ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ പറഞ്ഞിരുന്നത് വൈപ്പിൻ LDFന് കിട്ടും, ബാക്കിയെല്ലാം UDFന് എന്നാണ്. ഇടുക്കി ജില്ല ഞങ്ങൾ പറഞ്ഞിരുന്നത് 5 UDF എന്നായിരുന്നു, അങ്ങനെ തന്നെ സംഭവിച്ചു. 5 കിട്ടി. കോട്ടയം ജില്ലയിൽ ഞങ്ങൾക്ക് 2 തെറ്റി.
വൈക്കവും കാഞ്ഞിരപ്പള്ളിയും ഞങ്ങൾ LDF-നാണ് പറഞ്ഞത്. പൂഞ്ഞാറും പാലായും ടൈറ്റാണ് പറഞ്ഞത്. ആ ടൈറ്റ് പറഞ്ഞത് അടക്കം എല്ലാ മണ്ഡലങ്ങളും UDF-ന് കിട്ടി. 2 ഇടം ഞങ്ങൾക്ക് LDF എന്ന് പറയുന്ന നേരിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുകയാണ് ചെയ്തത്. ആലപ്പുഴയിൽ 5 ഇടത്ത് UDF-ഉം 3 ഇടത്ത് LDF-ഉം ഒരിടത്ത് ടൈറ്റും ഞങ്ങൾ പറഞ്ഞു. ടൈറ്റ് പറഞ്ഞ ആലപ്പുഴ UDF-ന് കിട്ടി. LDF-ന് പറഞ്ഞ 3 ഇടവും അവർക്ക് കിട്ടി. മാവേലിക്കരയും ചെങ്ങന്നൂരും ചേർത്തലയും. UDF-ന് പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളും UDF-ന് തന്നെ കിട്ടി. എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ഞങ്ങൾ പറഞ്ഞത് എന്താണോ അത് തന്നെ സംഭവിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ പറഞ്ഞത് 3 UDF 1 LDF 1 ടൈറ്റ് എന്നാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. കോന്നിയാണ് ഞങ്ങൾ LDF-ന് പറഞ്ഞത്. കോന്നി LDF-ന് കിട്ടി. റാന്നി ഞങ്ങൾ ടൈറ്റ് പറഞ്ഞു. പ്രതീക്ഷിച്ചതിന് ഭൂരിപക്ഷമില്ലാതെ റാന്നി UDF ജാക്കി. ബാക്കിയെല്ലാം UDF ആയിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. കൊല്ലം ജില്ലയിൽ ഞങ്ങൾ UDF-ന് 5ഉം LDF-ന് 3ഉമാണ് പറഞ്ഞത്. ടൈറ്റ് 3 പറഞ്ഞു. LDF ഞങ്ങൾ പറഞ്ഞിരുന്നത് പുനലൂരും ഇരവിപുരവും ചാത്തന്നൂരുമാണ്. ഇവിടെ 2 ഇടത്ത് തെറ്റി. പുനലൂർ LDF-ന് കിട്ടി. ഇരവിപുരം UDF-നും ചാത്തന്നൂർ NDI-ക്കുമാണ് കിട്ടിയത്. ബാക്കി ഞങ്ങൾ ടൈറ്റ് പറഞ്ഞ 2 ഇടവും, അതായത് കൊട്ടാരക്കരയും പത്തനാപുരവും ടൈറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 2 ഇടത്ത് മാത്രമേ തെറ്റുപറ്റിയിട്ടുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ UDF-ന് 3ഉം LDF-ന് 6ഉം BJP-ക്ക് 2ഉം 3 ഇടത്ത് ടൈറ്റും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സംഭവിച്ചു. വർക്കല ഞങ്ങൾ പറഞ്ഞതുപോലെ LDF-ന് കിട്ടി. ആറ്റിങ്ങൽ LDF-ന് കിട്ടി. ചെറിയൻകീഴിൽ UDF-നായി പോയി. ഞങ്ങൾ LDF പറഞ്ഞു. നെടുമങ്ങാട് LDF-ന് കിട്ടി. വാമനപുരം ഞങ്ങൾ LDF പറഞ്ഞു, പക്ഷേ UDF ആണ് കിട്ടിയത്. കഴക്കൂട്ടത്ത് BJP-ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. BJP-ക്ക് കിട്ടി. വട്ടിയൂർക്കാവ് UDF പറഞ്ഞു, കിട്ടി. തിരുവനന്തപുരം UDF പറഞ്ഞു, കിട്ടി. നേമം BJP പറഞ്ഞു, കിട്ടി. അരുവിക്കര ടൈറ്റ് പറഞ്ഞു, LDF കിട്ടി. പാറശാല LDF പറഞ്ഞു, LDF തന്നെയാണ്. കാട്ടാക്കട ടൈറ്റ് പറഞ്ഞു, UDF കിട്ടി. കോവളം UDF പറഞ്ഞു, കിട്ടി. നെയ്യാറ്റിൻകര LDF പറഞ്ഞു, UDF കിട്ടി. നോക്കുക, 99 സീറ്റ് വരെ UDF-ന് നേടാമെന്ന് ഞങ്ങൾ പറഞ്ഞു. 3 സീറ്റിന്റെ വ്യത്യാസം, 102 സീറ്റ് വ്യത്യാസം. എക്കാലത്തും മറുനാടൻ ഇങ്ങനെയാണ്. സർവേ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ, ഇതിലൊന്ന് ഞങ്ങൾ ശരിയാക്കും. കാരണം ഞങ്ങൾക്ക് ജനങ്ങളുടെ പൾസ് അറിയാം. മറ്റു മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ പൾസ് അറിയാത്തത് കൊണ്ടല്ല, അവർ പണം വാങ്ങുന്നത് കൊണ്ട് പറയാത്തതാണ്. ഒരു ചാനലിന് 10 കോടി രൂപ വീതം തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സർക്കാർ ഖജനാവിൽ നിന്നെടുത്ത് കൊടുത്തു, കിഫ്ബിയിൽ നിന്നും മറ്റുമായി. ആ 10 കോടിയുടെ കൂറ് കാണിക്കാനാണ് അവർ തെരഞ്ഞെടുപ്പ് ദിനം വരെ ഇടതുമുന്നണി ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ 1 രൂപ പോലും ആരോടും വാങ്ങിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞു. ഞങ്ങളുടെ സത്യം സത്യമായി തന്നെ ഭവിച്ചു.